ആദ്യം ഞാൻ സന്ദീപ് വാര്യരിലേക്ക് പോവുകയാണ്. സന്ദീപ് വാര്യർ, ഇപ്പോൾ SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നു. ആ അന്വേഷണത്തിൽ എൻ വാസുവിലേക്ക് എത്തി. ഇപ്പോൾ പത്മകുമാറിനെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വന്നില്ല എങ്കിൽ നാളെ കടകംപള്ളിയുടെ പ്രതികരണം വരുന്നു. എൻ വാസു സത്യസന്ധനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു തൻ്റെ കാലയളവിൽ എന്നുള്ളതാണ് അങ്ങയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയും UDFും അതിൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാട് ആദ്യമേ പറഞ്ഞതാണ്. SITയുടെ അന്വേഷണത്തിൽ സംശയമുണ്ടോ എന്നുള്ളതല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. പക്ഷേ SIT അന്വേഷണ ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും പിണറായി സർക്കാരിൻ്റെ പേറോളിലുള്ളവരാണ്. വലിയ സമ്മർദ്ദത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ സജീവമായി നടത്തേണ്ട ഒരു അന്വേഷണം, പ്രത്യേകിച്ച് അന്തർദേശീയ ഗൂഢാലോചനയുണ്ടെന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു കേസിലെ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും ഈ SITക്ക് പരിമിതികളുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണം എന്ന ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്. രണ്ട്, ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തുന്നത് വരെ നമുക്കിത് സംബന്ധിച്ചിട്ടുള്ള ഒരഭിപ്രായം പറയുന്നതിന് പ്രസക്തിയില്ല. ഇപ്പോൾ എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ അന്വേഷണത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പറയുമ്പോൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ആരോപണം തുടക്കത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന സമയത്ത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെയും സർക്കാരിൻ്റെയും CPMൻ്റെയും ന്യായീകരണം ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. ശബരിമലയിലെ ഒരു പവൻ സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല, മറിച്ച് സ്വർണ്ണപ്പാളി വീണ്ടും സ്വർണം പൂശിയതിന് ശേഷം അവിടെ സ്വർണം വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന വിചിത്രമായിട്ടുള്ള ന്യായീകരണമാണ് CPMൻ്റെ മാധ്യമങ്ങളും CPMനെ ന്യായീകരിക്കാൻ വേണ്ടി മാധ്യമങ്ങളിൽ വരുന്ന ആളുകളുമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയ സമയത്ത് ദ്വാരപാല വിഗ്രഹത്തിനും കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു, അവിടുത്തെ വാതിൽ പാളിയിൽ നിന്നടക്കം സ്വർണം നഷ്ടപ്പെട്ടു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പം കേവലം ദ്വാരപാലക വിഗ്രഹത്തിന് മാത്രമല്ല, ശബരിമലയിൽ സ്വർണ്ണപ്പാളി വെച്ചിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വർണവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം പുറത്തു വന്നു. അതോടുകൂടി തന്നെ CPMൻ്റെ ആർഗ്യുമെൻറ്റ് സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല, ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ള ആദ്യത്തെ ആർഗ്യുമെൻറ്റ് പൊളിഞ്ഞു. രണ്ട്, ദേവസ്വം ബോർഡിൽ CPMുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ, CPMകാരായിട്ടുള്ള ആളുകളാണ് ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയെന്ന് ആദ്യം എഴുതിയത്. ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നാമതായി അറസ്റ്റ് ചെയ്യേണ്ട ആൾ വാസു തന്നെയാണ്. കാരണം ഇതിൽ ഏറ്റവും ആദ്യം സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയെന്ന് വ്യാജമായി രേഖയുണ്ടാക്കിയത് വാസുവാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി വാസുവാണ്. ഇന്ന് വാസുവിനെ മൂന്നാം പ്രതിയായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതോടുകൂടി CPMൻ്റെ ഇക്കാര്യത്തിലെ പാർട്ടിയുടെ പങ്കാളിത്തം പുറത്തു വന്നു. വാസു കേവലം ഒരു ദേവസ്വം കമ്മീഷണർ എന്നുള്ള നിലയ്ക്കല്ലല്ലോ അറിയപ്പെടുന്നത്. അദ്ദേഹം CPMൻ്റെ പാർട്ടി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കുളനാട് പഞ്ചായത്തിലെ. അതോടൊപ്പം ഗുരുദാസൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു മിനിസ്റ്റർ ആയിരുന്ന കാലത്ത്. അപ്പോൾ CPMൻ്റെ CPM പിക്ക് ചെയ്തിട്ടുള്ള ചോയ്സാണ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക്. പാർട്ടിയുടെ ഉറച്ച പാർട്ടിക്കാരനാണ്. അപ്പോൾ ആ ഉറച്ച പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കും പിണറായി വിജയൻ്റെ വിധേയൻ എന്നുള്ള നിലയ്ക്കും ദേവസ്വം കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് നേരെ കടന്നു ചെല്ലുന്നത് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. അപ്പോൾ പാർട്ടിയുടെ ശക്തമായ പിന്തുണയുള്ള, ഒരുപക്ഷെ ഇന്നേ വരെ ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റുമാരായവരിൽ ഏറ്റവും ഉറച്ച പാർട്ടിക്കാരനായിട്ടുള്ള വാസുവിൻ്റെ അറസ്റ്റ് സൂചിപ്പിക്കുന്നത് ഇതിൽ CPMന് റോളുണ്ട്, സർക്കാരിന് റോളുണ്ട്, ദേവസ്വം മന്ത്രിമാർക്ക് റോളുണ്ട് എന്നുള്ളതാണ്. ദേവസ്വം മന്ത്രിമാരോ സർക്കാരോ അറിയാതെ, CPM അറിയാതെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.